ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ കസിൻ്റെ നിക്കാഹാണ്. കസിൻ എന്ന് വെച്ചാൽ സിസന്നെയാണ്, കാരണം ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോളാണ്. അപ്പോൾ സിസന്നെയാണ് കേട്ടോ. ഉപ്പാൻ്റെ ഏട്ടൻ്റെ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ അനിയത്തി ഏട്ടത്തിമാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫുൾ റെഡി ആയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ടതൊക്കെ ഞാൻ റീൽസ് ഇടാൻ വേണ്ടി ഷോർട്ട് എടുത്തതാണ്, അല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ഇൻട്രോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓവർ വോയിസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ അങ്ങനെ അവളെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. നിക്കാഹ് വൈകുന്നേരം അസറിനാണ് നിക്കാഹ്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്കൊരു 2:30 ആവുന്നതിന് മുമ്പേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിനി. അപ്പം ഇതാവണം ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ വ്ളോഗ് എടുക്കാനായിട്ട് അങ്ങനെ ഒരുപാടൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല. കുഞ്ഞു വീഡിയോസ് ഇങ്ങനെ എടുത്ത് വ്ളോഗ് ആക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ കല്യാണം അത് നമ്മൾ എന്താ പറയുക ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്തെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് അവൾക്ക് ഇടേണ്ട നിക്കാഹിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട്, അപ്പോൾ നിക്കാഹിന് വേണ്ടിയിട്ട് ആണുങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊരുത്തം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് കളർ ചെയ്യാൻ കാരണം, അപ്പോൾ അവിടെ എല്ലാവരും കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡാർക്ക് പോലെ ആക്കിയത് കേട്ടോ. അപ്പം വീഡിയോയിൽ പെടേണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. കുറേ ആൾക്കാരൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്കൊക്കെ പേടിയാണ്. നിശാനെ ഭയങ്കര ഒരു ഭീകരജീവിയായിട്ടാണ് കുറേ ആൾക്കാർ കാണുന്നത് തന്നെ. പിന്നെ നമ്മളങ്ങനെ നല്ല അടിപൊളി ചായയും കടികളൊക്കെ കഴിച്ച് പിന്നെ അത് നിക്കാഹ് ഗൂഗിൾ മീറ്റിലൂടെ കാണുക ചെയ്തിട്ട്. അപ്പോൾ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിക്കാഹ് കാണാനിരുന്നു കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് അങ്ങനെ നമ്മുടെ അസീസ എന്നാണ് അവളുടെ പേര് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്നാണ് അസീസാൻ്റെ നിക്കാഹ് എത്തിയിട്ടുള്ളത്. നിക്കാഹും എൻഗേജ്മെൻറ്റും ആയിരുന്നു, പക്ഷെ നമുക്ക് ഒരു വലിയ കല്യാണം എന്നുള്ളൊരു ആഘോഷം പോലെ ആയിരുന്നു ഉണ്ടായത് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായി മാഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ഇതാണ് നിക്കാഹിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഷോർട്ട് വീഡിയോ, ഇത് ഫുള്ളോള് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതെല്ലാം എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവളെ കൊണ്ട് നിർത്തിച്ചാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുഞ്ഞു ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെല്ലാം ഈ ഒരു വീഡിയോ ഒക്കെ മുൻപേ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് പിന്നെ എല്ലാവരെയും ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല ഫോട്ടോയിലും കാര്യങ്ങളിലൊന്നും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ പറയുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇപ്പോൾ ജസ്റ്റ് എടുക്കുന്നതാണല്ലോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു മഗ്‌രിബ് ആവാനായിട്ടാണ്. മഗ്‌രിബ് ആയോ എന്നറിയില്ല, സമയത്രയും നോക്കിയിട്ട് ആയിട്ടുണ്ടോ. ഓക്കെ, ഇപ്പം ഇനി നെക്സ്റ്റ് പണ്ടിയും ചെക്കനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പുറത്ത് പോകുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, സ്പീഡോടെ ബുള്ളറ്റ് അരമണിക്കൂർ നമുക്ക് ക്യാമറ ഷൂട്ട് ഫിനിഷ് ചെയ്യാം. അവർക്ക് പോവാണ്ട് എൻഗേജ്മെന്റ് ഇഷ്ടപ്പെട്ട കളർ ചെയ്ത് ചോദിക്കും. ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിതാണ് ബർത്ത്ഡേ. അപ്പോ ശരിയായിട്ട് രണ്ടും പോയി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് പൊട്ടി നമുക്ക് എന്താ ഫുഡ് വെപ്പം കേട്ടാ. അത് ഇഷ്ടപ്പെട്ട ഫുഡ് എന്നത്
മീന് അല്ല അപ്പൊ മീനിടാ ഓക്ക് പരിപ്പറി ഇഷ്ടമാണ് പരിപ്പറി ചോറ് ഫാനാണ് देखा तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये അപ്പം നമ്മളിവിടെ വീഡിയോ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതാണ് അതായത് ഗ്രൂമിൻ്റെ ബ്രൈഡിൻ്റെ പിന്നെ നമ്മളെ കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അവരും കൂടെ വിളിച്ചിട്ട് അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ചു അത് നമ്മുടെ പരിപാടികൾ തുടർന്നു കേട്ടോ.
ജസ്റ്റ് അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ നൈറ്റാണ് എൻഗേജ്മെൻറ്റ് കേട്ടോ. അപ്പം ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.